3 ഇമ്രാത്ത് നൂഹ്, 4 ഇബ്നു നൂഹ്. ഇതൊക്കെ ഇബ്നു നൂഹ് എന്ന് പറഞ്ഞാല് അജ്ഞതയുടെ മലയിൽ കയറി രക്ഷപ്പെടാം എന്ന തോന്നലില്ല ആള്, വിജ്ഞാനത്തിന്റെ മലയിലല്ല. അതാണല്ലേ പറഞ്ഞത്, ഇബ്നു നൂഹ് പറഞ്ഞത് ഞാൻ ഏതെങ്കിലും മലയിൽ കയറി രക്ഷപ്പെട്ടു കൊള്ളാം. നൂഹ് പറഞ്ഞു വേണ്ട, ഈ കപ്പലിൽ കയറിക്കോ നീ എന്ന് പറഞ്ഞു. കപ്പൽ എന്ന് പറഞ്ഞാൽ ഈ കൗനാണ്, പ്രപഞ്ചം. അത് ചിലര് പറയുന്ന ഖുർആാനെന്ന് അങ്ങനെയല്ല, നമുക്ക് തോന്നിയതുപോലെയാണ് പറയാൻ പാടില്ല. എങ്ങനെ പറഞ്ഞു കൊടുത്താലും പറയും ആ കപ്പൽ ഖുർആാനല്ല, ഈ പ്രപഞ്ചമാണ്. പിന്നെ നോഹിന്റെ കപ്പല്, നോഹിന്റെ ഫുൽക്ക് എന്ന് പറയുന്നത് അൽ കൗനാണ്, ഈ പ്രപഞ്ചമാണ്. ആ പ്രപഞ്ചത്തിന്റെ അറിവിലേക്കാണ് ഈ നോഹ് കയറുന്നത്. പക്ഷെ ഈ കപ്പലിലേക്ക് കയറാൻ പറഞ്ഞു ആരും? വാപ്പ മകനോട്. അപ്പൊ മകൻ പറഞ്ഞത് ഞാൻ ഏതെങ്കിലും മലയിൽ കയറി രക്ഷപ്പെട്ടോളാം എന്ന് പറഞ്ഞാൽ അജ്ഞതയുടെ മലയിൽ കയറി രക്ഷപ്പെട്ടു കൊള്ളാന്നാണ് ഇബ്നു നൂഹ് അതാ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായ നിങ്ങൾക്ക്? ഈ ഇബ്നു നൂഹാണ് പിന്നെ നമ്മളിൽ ഈ മദീനത്തിൽ ഫസാദ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വേറൊരാൾ. അപ്പൊ 1, 2, 3, 4 ആളായി. പിന്നെ ഇമ്രാത്തുൽ അസീസ്, ഇസ്സത്തിന്റെ ഇമ്രാത്ത്, ദുരഭിമാനത്തിന്റെയും അഹങ്കാരത്തിന്റെയും കണ്ണാടി. ഇതും നമ്മുടെ അറിവ് നേടുന്ന മദീനത്തുൽ ഇൽമിൽ അറിവ് നേടുന്ന മേഖലയിൽ നമുക്ക് ഫസാദായിട്ട് മാറുന്ന ഒന്നാണ്. ഇവര് വെറുതെ പറയണം. ഇവരിന്ന് നിങ്ങളൊന്ന് പറയരുത്. ഇന്ന് നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കും ഈ തിസ്അത്തു റഹ്ത്ത് ആരാണെന്നൊന്ന് ചോദിക്കും നിങ്ങൾ. ചരിത്രപരമായിട്ട് ഖുർആൻ കൊണ്ട് നമ്മൾ പറയാം ഈ 9 ആളെ. ഇതിനപ്പുറത്തൊരാളിൽ അവസാനം വരുന്നത് ഖുർആനാണ്. അങ്ങനെ റബ്ബുക്കുമുൽ അഅ്ല എന്ന ആ തലത്തിലേക്ക് അവനെത്താണ്. ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്നുള്ളത്. ഈ അനാനിയത്തിന്റെ തലത്തിലേക്ക് ഞാനെന്ന ഭാവത്തിന്റെ മൂർത്തിഭാവമായി തീരുന്ന ഫിറഔന് ഈ 9 ആളുകളാണ്. പിന്നെ ഹാമാന്, സാമിരി, കാറൂന്, ഫിറഔന്, ഇത്രയും ആളുകളാണ് ഈ 9 ആളുകൾ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇമ്രാത്തുൽ അസീസ് 1, 2, 3, 4, 5 ഇമ്രാത്തുൽ അസീസ്. 6 ഹാമാൻ, നമ്മളെ അലയാൻ വിടുകയാണ്, അറിവിന്റെ മേഖലയിൽ അന്തം വിട്ട് വിടുക ഹാമാൻ. പിന്നെ സാമിരി, എല്ലാം പദാർത്ഥവൽക്കരിക്കുന്ന ആള്, വിജ്ഞാനത്തെ മുഴുവൻ പദാർത്ഥവൽക്കരിച്ച് മാത്രം കാണുന്ന ആള്. അത് അറിവിന്റെ പൂർണ്ണതയിലേക്ക് എത്തൂല, അത് ബാഹ്യമായ അറിവ് മാത്രമേ തരുള്ളൂ. പിന്നെ കാറൂന്, ഫിറഔന്. ഇങ്ങനെ 9 ആളുകളാണ് ഈ തിസ്അത്ത് റഹ്ത്ത് എന്ന് പറഞ്ഞ്. ഇവരാണ് യുഫ്സിദൂന ഫിൽ അർദ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ തിസ്അത്തു റഹ്ത്ത് നിങ്ങൾ ചരിത്രപരമായിട്ടൊന്ന് വ്യാഖ്യാനിക്കാൻ പറഞ്ഞാണ് നിങ്ങൾ ഈ ആയത്തിനെ. നിങ്ങൾ ചരിത്രത്തിൽ ഈ 9 ആളുകൾ ആരൊക്കെയാണ്? ഈ 9 സംഘം നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയിരുന്ന 9 സംഘം ആളുകൾ ചരിത്രപരമായിട്ട് ആരാണ്? ഈ ഖുർആനികമായിട്ടല്ലാതെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഏകദേശം ഒരു ധാരണയാണ് ഞാൻ അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ഇത് ഓരോന്നും വിശദീകരിക്കേണ്ടതുണ്ട്. കാറൂനെ വിശദീകരിക്കേണ്ടതുണ്ട്, ഹാമാനെ കൂടുതൽ വിശദീകരിക്കേണ്ടതുണ്ട്. അതിന്റെ അവസാനത്തെ 9ാമത്തെ തലമാണ് ഫിറഔൻ. അന റബ്ബുക്കുമുൽ അഅ്ല എന്ന, അത് ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെ മൂർത്തിഭാവമാണത്. അന റബ്ബുക്കുമുൽ അഅ്ല എന്നുള്ളത്. ഇന്നനി അനല്ലാഹു എന്ന ആ തലത്തിലേക്ക് എത്താതെ അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന ഈ അഹങ്കാരത്തിന്റെ മനസ്സ്, ഇത് നമുക്ക് അങ്ങനെ ഇതിപ്പോ എന്തത്ര വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ പ്രശ്നം തന്നെയാണ്. ഈ അഹങ്കാരം തന്നെ ലോകത്തിന്റെ എല്ലാ പിത്തനടിയും കാരണം. എല്ലാ ഫിത്നയും ഫസാദും അക്രമങ്ങളും അനീതിയും സ്വാർത്ഥതയും പിടിച്ചുപറിയും എല്ലാം ഏതൊക്കെ ലോകത്ത് നടക്കുന്നുണ്ടോ അതിന്റെയൊക്കെ മൂല കാരണം ഞാനെന്ന ഈ ഭാവമാണ്. മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയാത്ത മനസ്സാണത്. ശരി എന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ആരുടെ കയ്യിലും ശരിയില്ല എന്ന ഈ തെറ്റായ ധാരണ. ഇതാണ് അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് പറയുന്നത്. അതാണ് വലാ ഉരീക്കും ഇല്ലാമാ അറ എന്ന് ഫിറഔൻ പറഞ്ഞത്. ഞാൻ കാണിക്കുന്നതല്ലാതെ നിങ്ങൾ കാണരുത് എന്നുള്ളത്. ഈ ഒരു സ്ഥലമാണ് 9ാമത്തെ മേഖല. ഈ 9 മേഖലകളാണ് അശുദ്ധമായ മേഖലകൾ. മനസ്സിന്റെ അശുദ്ധി, ബുദ്ധിയുടെ അശുദ്ധി, അതാണ് റഹ്ത്ത് എന്ന് പറയുന്നത്. ത്വഹറ, പരിശുദ്ധിയിലേക്ക് മനുഷ്യന്റെ ബുദ്ധിയും മനസ്സും വന്നിട്ടില്ല എന്നർത്ഥം. ഇവരാണ് ഈ മദീനത്തുൽ ഇൽമില് ഫസാദ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ.